അന്താരാഷ്ട്ര മയക്കുമരുന്ന് വിരുദ്ധ ദിനാചരണത്തിന്റെ ഇടുക്കി ജില്ലാതല ഉദ്ഘാടനം കട്ടപ്പനയിൽ നടന്നു. കട്ടപ്പന സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാരിച്ചൻ നേർനാക്കുന്നേൽ ഉദ്ഘാടനം ചെയ്തു. കേരള എക്സൈസ് വകുപ്പ്, വിമുക്തി മിഷൻ, ഇടുക്കി എക്സൈസ് ഡിവിഷൻ, സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂൾ കട്ടപ്പന, അമ്പലക്കവല നാഷണൽ ലൈബ്രറി എന്നിവരുടെ സഹകരണത്തോടെയാണ് അന്താരാഷ്ട്ര മയക്കുമരുന്ന് വിരുദ്ധ ദിനാചരണം 2025 ജില്ലാതല ഉദ്ഘാടനം നടത്തിയത്. കട്ടപ്പന സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ചടങ്ങ് സംഘടിപ്പിച്ചത്. ഇടുക്കി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാരിച്ചൻ നേർനാക്കുന്നേൽ ഉദ്ഘാടനം നിർവഹിച്ചു. ഇന്ന് ലോകം മുഴുവൻ കൈയടക്കിയിരിക്കുന്ന ഒരു വലിയ വിപത്തായി ലഹരി മാഫിയ വളർന്നുകൊണ്ടിരിക്കുകയാണെന്നും ഇന്നത്തെ യുവതലമുറയടക്കം ഈ മാഫിയ പിടിമുറുക്കിയിരിക്കുന്ന സാഹചര്യമാണെന്നും അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. നമ്മുടെ കൊച്ചനുജന്മാരും അനുജത്തിമാരും അവരുടെ ആമുഖമായി ഇവിടെ കാര്യങ്ങൾ പ്രോഗ്രാമിൽ വായിച്ചപ്പോൾ പറഞ്ഞ ഒരു വലിയ മുദ്രാവാക്യമുണ്ട്: ലഹരിയല്ല ജീവിതം, ജീവിതമാണ് ലഹരി എന്ന ആപ്തവാക്യവും ആപ്തമുദ്രാവാക്യവും കൂടെ ഉന്നയിച്ചുകൊണ്ടാണ് നമ്മൾ 2025 ലഹരി വിരുദ്ധ ദിനാചരണം നമ്മൾ ആഘോഷിക്കുന്നത്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ 1989 നമ്മൾ അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനമായിട്ട് നമ്മൾ ആ ദിവസം കൊണ്ടാടാൻ തുടങ്ങിയത്. ഇടുക്കി ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ സുരേഷ് KS ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. കട്ടപ്പന മുനിസിപ്പൽ ചെയർപേഴ്സൺ ബീന ടോമി മുഖ്യപ്രഭാഷണം നടത്തി. സ്കൂൾ മാനേജർ ഫാദർ ജോസ് മംഗലത്ത് ലഹരി വിരുദ്ധ സന്ദേശം നൽകി. അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണറും വിമുക്തി മാനേജറുമായ ലാലു PR വിമുക്തി കാർഡ് വിതരണവും ലഹരി വിരുദ്ധ പ്രതിജ്ഞയും ചൊല്ലിക്കൊടുത്തു. എക്സൈസ് ഇടുക്കി സർക്കിൾ ഇൻസ്പെക്ടർ PK സുരേഷ്, കട്ടപ്പന നഗരസഭ കൗൺസിലർമാരായ സോണിയ JB, സിജോ ചക്കുമൂട്ടിൽ, കട്ടപ്പന എക്സൈസ് ഇൻസ്പെക്ടർ അതുൽ ലോനൻ, മാണി KC, ബിജുമോൻ ജോസഫ്, ദീപു ജേക്കബ്, PC ഫിലിപ്പ്, ഡിജോ ദാസ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു. സിറ്റുവേഷൻ കട്ടപ്പന.